عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أنبياء والمرسلين وعلى آله وصحبه أجمعين ثم أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിലെപ്പോഴും അള്ളാഹുവെ കാത്ത് സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെപ്പോഴും ഒരു മുസ്ലിമിൻ്റെ കൂടെ ഉണ്ടാകേണ്ട ഏറ്റവും കനപ്പെട്ട ശ്രേഷ്ഠമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഏതാനും സമയം നിങ്ങളുമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച പ്രകൃതം വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിലൂടെ യൂസുഫ് നബിയുടെ ഒരു വചനമായി വാക്കുകളായി നമ്മെ അറിയിക്കുന്നത്, യൂസുഫ് നബി യൂസുഫ് നബി അദ്ദേഹത്തിൻ്റെ യജമാനോട് പറയുന്ന ഒരു വാചകം, വമാ ഉബരി ഉൻ നഫ്സി ഇന്ന നഫ്സ ല അമ്മാറത്തും ബിസു. ഞാൻ എൻ്റെ നഫ്സിനെ നിരപരാധിയാക്കുന്നില്ല, കാരണം നഫ്സ് തെറ്റിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കും, തെറ്റിലേക്കാണ് ചായിക്കുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി ആ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹു മനുഷ്യൻ്റെ മനസ്സിനെ പടച്ച റബ്ബ് തന്നെ ആ വിഷയം സംസാരിക്കുന്നുമുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. മനുഷ്യൻ്റെ മനസ്സിനെ പടച്ച നാഥനാണ് സംസാരിക്കുന്നത്. ആ മനസ്സിൽ നന്മയും തിന്മയും തോന്നിപ്പിക്കുന്നത് അള്ളാഹുവാണ്. ആ റബ്ബ് മനുഷ്യർക്ക് ബുദ്ധി നൽകി ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് തിരഞ്ഞെടുക്കാൻ മനുഷ്യർക്ക് സവിശേഷ ബുദ്ധി നൽകി. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാ മനസ്സിനെ സംസ്കരിച്ചുകൊണ്ട് നല്ല പാതയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുവോ അവനാണ്, മനസ്സിനെ ശുദ്ധീകരിച്ചവനാണ് വിജയിച്ചവനെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ വചനങ്ങൾ സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്, അഥവാ എൻ്റെ മനസ്സിനെ ഞാൻ നിരപരാധിയാക്കുന്നില്ല, മനസ്സുകൾ തെറ്റിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുമെന്ന് യൂസുഫ് നബിയുടെ വചനവും, അതേപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സിനെ സൃഷ്ടിച്ച അള്ളാഹു തന്നെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ രണ്ട് രീതികളും പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് നാം പലപ്പോഴും ഈ വാചകങ്ങൾ ഈ വചനങ്ങൾ മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മുടെ സ്വഭാവശൈലിയിലും പെരുമാറ്റങ്ങളിലും ഇത് മറന്നുപോയതുപോലെ നമുക്ക് തോന്നിപ്പോവുകയാണ്. കാരണം തെറ്റുകൾ ചെയ്ത മനുഷ്യരോട് പലപ്പോഴും നമ്മുടെ സമീപനം ഈ വചനങ്ങൾ മറന്നുപോയോ എന്ന നിലക്കാണ്. അതുകൊണ്ട് നാം ഗൗരവത്തോടു കൂടി സൂക്ഷിക്കുക. എല്ലാവരിലും അബദ്ധങ്ങൾ വരാം, തെറ്റുകൾ വരാം. തെറ്റുകൾ ചെയ്യാത്തവൻ ഒരാളുമില്ല. അള്ളാഹുവിൻ്റെ അമ്പിയാക്കളാണ് തെറ്റുകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കപ്പെട്ടവർ. അല്ലാത്ത എല്ലാവരും നാം മലായിക്കത്തുകളല്ല, നാം പ്രവാചകന്മാരുമല്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മിൽ സദാസമയം തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. നാം ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടും നമ്മളോട് ആരെങ്കിലും ഒരു തെറ്റുകൾ ചെയ്യുമ്പോഴത്തേക്ക് അവനോട് യാതൊരു വിധത്തിലും നല്ല സമീപനങ്ങൾ സ്വീകരിക്കാതെ വിട്ടുവീഴ്ചകൾ ചെയ്യാതെ പലപ്പോഴും അത്തരം ആളുകളെ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും ബഹിഷ്കരിക്കുന്ന സ്വഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. മറിച്ച് അങ്ങനെയല്ല. ഏത് സമീപനമാണ് അബദ്ധങ്ങൾ വന്നു പോകുന്നവരോട് ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്? ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅരിൽ അനിൽ ജാഹിലീൻ. സൂറത്തു അഅറാഫിലെ 199 വചനത്തിലൂടെയാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. നീ ഇത്തരം ആളുകളോട്, അബദ്ധങ്ങൾ സംഭവിക്കുന്നവരോട് നീ സ്വീകരിക്കേണ്ട രീതി ഖുദിൽ അഫ്വ, അവർക്ക് നീ മാപ്പ് കൊടുക്കണം,
നല്ലതാണ് അവരോട് കൽപ്പിക്കേണ്ടത്. അവിവേകികളോട് മാറി നിൽക്കണമെന്ന് ഖുർആൻ. അതേപോലെ തന്നെ ഫസ്ഫഹിസ് അസ്ഫിൽ ജമീൽ, ഏറ്റവും നല്ല രീതിയിലുള്ള വിട്ടുവീഴ്ചയാണ് ഇത്തരം ആളുകളോട്, അബദ്ധങ്ങൾ സംഭവിക്കുന്നവരോട് ചെയ്യേണ്ടത് എന്ന് സൂറത്തുൽ ഹിജ്റിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നിത്യമായിട്ടുണ്ടാകേണ്ട ഒരു സ്വഭാവമാണ് മാപ്പ് ചെയ്യുക എന്ന സ്വഭാവം. അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നവരോട്, എനിക്കും ഒരുപാട് അബദ്ധങ്ങൾ പറ്റാറുണ്ട്, അതൊക്കെ ഞാൻ എൻ്റെ റബ്ബിനോട് ഏറ്റുപറയുന്നവനാണ്. അതുകൊണ്ട് എന്നോടാരെങ്കിലും തെറ്റുകൾ ചെയ്താൽ, അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്ന വ്യക്തികളോടും ഞാൻ ഇതേ സമീപനത്തിൽ, അഥവാ അവർക്ക് പൊറുത്തു കൊടുക്കുമെന്നുള്ളൊരു വിശ്വാസം, ഒരു ഉറപ്പ് സഹോദരന്മാരെ നമ്മൾക്കുണ്ടാകേണ്ടതുണ്ട്. എന്തിനാണിത്? എന്തുകൊണ്ട് നാം വിട്ടുവീഴ്ച ചെയ്യണം? അള്ളാഹുവിൻ്റെ ഖുർആനാണ് നമുക്കതിന് മറുപടി നൽകുന്നത്. ഒന്നാമതായിട്ട് അള്ളാഹു പറയുന്നു, വല്യഅഫു വല്യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾ മാപ്പ് കൊടുക്കൂ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ. അലാ തുഹിബ്ബൂൻ, നിങ്ങളും ഇഷ്ടപ്പെടുന്നില്ലേ? അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ല നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് അള്ളാഹുവെ പൊറുക്കണേ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കെന്തേ മനുഷ്യരോട് പൊറുക്കാൻ സാധിക്കാത്തത്? നിസ്സാരമായ ഒരു തെറ്റ് വന്നു പോയതാണ്, പറഞ്ഞു പോയതാണ്. ആ മനുഷ്യൻ നിന്റെ സമീപത്തേക്ക് വന്നിട്ട് എനിക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ടും നീ എന്തേ ആ വാക്കുകൾ കേൾക്കാതിരിക്കുന്നത്? സഹോദര, അത് പാടില്ല. സഹോദരി, അങ്ങനെ സംഭവിക്കരുത്. നിങ്ങൾക്കറിയുമോ, അള്ളാഹു ഈ വചനം അവതരിപ്പിക്കാനുള്ള കാരണമുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ ബീവിയെക്കുറിച്ച് വ്യഭിചാര ആരോപണം നടക്കുകയാണ് നാട്ടിൽ. എല്ലാവരും, മദീനത്തെ ഏതാനും ചില മുനാഫിക്കീങ്ങൾ പറഞ്ഞു പരത്തിയ ഈ ആരോപണത്തിൽ മുസ്ലിമീങ്ങളിൽ ചിലർ പോലും പെട്ടുപോയി. അതിങ്ങനെ വ്യാപകമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് വല്ലാത്ത സങ്കടം വന്നു. ആയിഷ ബീവിക്ക് രോഗം വരുമാറ് അത്രത്തോളം പ്രയാസമുണ്ടായി. അവസാനം ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം വന്നു. ഒന്നും സംഭവിക്കാത്ത ഈ വിഷയത്തിൽ മുനാഫിക്കീങ്ങളാണ് അവരാണ് പറഞ്ഞു പരത്തിയത് എന്നും, എത്രത്തോളം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നിന്ന് ചെലവ് കിട്ടി ജീവിക്കുന്ന മനുഷ്യൻ പോലും ഈ മുനാഫിക്കീങ്ങളുടെ കിംവദന്തിയിൽ പെട്ടുപോയി നാട്ടിൽ ഈ വിഷയത്തിൽ അകപ്പെട്ടു പോയിരുന്നു. അബൂബക്കർ ഒരു പിതാവായിരിക്കുമല്ലോ, ഒരു പിതാവാണല്ലോ. ആയിഷ ബീവിയെക്കുറിച്ച്, സ്വന്തം മകളെക്കുറിച്ച് ഈ പറഞ്ഞു പരത്തിയ ഈ വിഷയത്തിൻ്റെ വേദന കാരണത്താൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുപോയി, ആ വ്യക്തിക്ക് എൻ്റെ ചെലവ് തിന്ന് ജീവിച്ചിട്ടും എൻ്റെ മകൾക്കെതിരെ കള്ള ആരോപണങ്ങൾ പറഞ്ഞ ഇന്ന വ്യക്തിക്ക് ഞാൻ ഇനി അതൊക്കെ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല ആയത്തിറക്കി, പാടില്ല, നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ കൊടുക്കുന്നത് നിർത്താൻ പാടില്ല. എന്നിട്ട് അല്ലാഹ് പറയുന്നു, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അബൂബക്കറെ, താങ്കൾക്കും അല്ലാഹു തആല പുറത്തു തരേണ്ടതുണ്ട് എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നില്ലേ, ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ട് പുറത്തു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് നാമും ജനങ്ങളോട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടത്. എനിക്കെൻ്റെ നാഥൻ പൊറുക്കേണ്ടതുണ്ട്. ഒരുപാട് അബദ്ധങ്ങൾ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് എനിക്കെൻ്റെ റബ്ബ് പൊറുക്കണമെങ്കിൽ ജനങ്ങളോട് ഞാനും പൊറുക്കേണ്ടതുണ്ട്, ജനങ്ങളോട് ഞാനും വിട്ടുവീഴ്ചകൾ കാണിക്കേണ്ടതു എന്നുള്ള ഒരു ബോധം ഒന്നാമതായിട്ട് നമ്മൾക്കുണ്ടാകണം. രണ്ടാമതായി, എന്തിനാണ് നാം മാപ്പ് നൽകേണ്ടത്? ഖുർആൻ തന്നെയാണ് സംസാരിക്കുന്നത്. അള്ളാഹു പറയുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ റബ്ബിൻ്റെ പാപമോചനത്തിലേക്കും ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിന് വേണ്ടിയും നിങ്ങൾ ധൃതി കാണിക്കണം. ആ സ്വർഗം മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഏതാണ് ഈ മുത്തഖീങ്ങൾ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, സന്തോഷത്തിലും പ്രയാസത്തിലും രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ഈ മുത്തഖീങ്ങൾ. എന്നിട്ട് അല്ലാഹ് പറയുന്ന മറ്റൊരു സ്വഭാവം, വൽ കാളിമീനൽ ഗൈൽ, കോപം ഒതുക്കുന്നവരാണ്. മൂന്നാമത് പറയുന്നു, വൽ ആഫീന അനിന്നാസ്, വൽ ആഫീന അനിന്നാസ്, അബദ്ധങ്ങൾ ചെയ്ത ജനങ്ങളോട്, തെറ്റുകൾ ചെയ്തു പോയവരോട് വിട്ടുവീഴ്ചകൾ കാണിക്കുന്ന വിഭാഗമാണ് ഈ സ്വർഗത്തിൻ്റെ ഉടമസ്ഥരെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു പറയുന്നില്ലേ, വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ,
ഈ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ, ആളുകൾക്ക് പൊറത്തു കൊടുക്കുമ്പോൾ പിശാച് നമ്മുടെ പിന്നാലെ കൂടിക്കൊണ്ട് പറയും, നീ എന്തിനവർക്ക് പൊറുക്കണം? നിന്നോടവർ കാണിച്ച തോന്നിവാസമല്ലേ അത്? സമൂഹത്തോട് കാണിച്ച, ആളുകളോട് കാണിച്ച, അതുകൊണ്ട് നീ പൊറുക്കേണ്ടതില്ല, അവർക്ക് മാപ്പ് കൊടുക്കേണ്ടതില്ല, അവരോട് വീണ്ടും ഈർഷ്യതയിലും പകയിലും വിദ്വേഷത്തിലും പ്രവർത്തിച്ചോ എന്ന് പിശാച് പറയുമ്പോൾ അള്ളാഹ് പറയുന്നു, വേണ്ട, നിനക്ക് ക്ഷമിക്കാൻ കഴിയണം, സഹിക്കാൻ കഴിയണം. അങ്ങനെ ക്ഷമിച്ചുകൊണ്ടും പൊറുത്തുകൊണ്ടും ആരെങ്കിലും നിന്നാൽ ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഷയമാണ് എന്ന് ഖുർആനാണ് സഹോദരന്മാരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നമ്മൾക്ക് ഈ സ്വഭാവം ഉണ്ടാകേണ്ടതുണ്ട്. പിശാചിന് നാം വിട്ടുകൊടുക്കരുത്. ശൈത്താൻ നിരന്തരമായി പറയും ആളുകളോട് പക കാണിക്കാൻ, വെറുപ്പ് കാണിക്കാൻ, വിദ്വേഷങ്ങൾ കാണിക്കാൻ. പക്ഷേ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട സ്വഭാവമാണ് ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം നമ്മൾക്ക്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു അംഷി മഅ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹി ബുർദുൻ നജ്റാനിയുൻ വലിയുൽ ഹാഷിയ فأدركه أعرابي فجبذه بردائه جبذة شديدة فنظرت إلى صفحة عاتق النبي صلى الله عليه وسلم وقد أثرت بها حاشية الرداء من شدة جبذته ثم قال يا محمد مر لي من مال الله الذي عندك فالتفت إليه فضحك ثم أمر له بعطاء. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഞാനും ഒരു യാത്രയിലായിരുന്നു. ഒരു പുതപ്പ് അവിടുത്തെ തോളിലുണ്ടായിരുന്നു. ആ പരുപരുത്ത നജ്റാനി പുതപ്പ് വഴിയിൽ കണ്ടുമുട്ടിയ ഒരു അയറാബി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തോളിൽ നിന്ന് ആ പുതപ്പിങ്ങനെ വലിച്ചപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ പിടിയുടെ ശക്തി കാരണത്താൽ അവിടുത്തെ രക്തങ്ങൾ കുമിയുമാറ് അവിടുത്തെ കഴുത്തിൽ അതിൻ്റെ അടയാളങ്ങൾ ഞാൻ കണ്ടു. എന്നിട്ട് ഈ അയറാബി പറയുന്നു, മുഹമ്മദേ, എനിക്ക് പണം കൊണ്ട, അള്ളാഹു നിന്നെ ഏൽപ്പിച്ച കുറെ പണമുണ്ടല്ലോ, മുർലി മിൻ മാലില്ല അല്ലദി ഇൻദക്, നിന്റെ അടുത്ത് അള്ളാഹ് തന്ന പണം എനിക്കും താ എന്ന് അയറാബി പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചുകൊണ്ട് ആ വ്യക്തിയെ തിരിഞ്ഞു നോക്കി എന്നോട് പറഞ്ഞു, അനസേ, ആ വ്യക്തിക്ക് പണം കൊടുക്കൂ എന്ന്. നോക്കൂ നിങ്ങൾ, ക്ഷമിക്കുകയാണ്, പൊറുക്കുകയാണ്. ഒരുപാട് മേഖലകളിൽ ഇതേ ഉദാഹരണങ്ങൾ കാണാം. പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ അല്ല. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ വിട്ടുവീഴ്ച എന്ന സ്വഭാവം ഉണ്ടാകണമെന്ന് അവിടുത്തെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നു. സഹോദരന്മാരെ, മക്കയിൽ കൂടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവസാനം ത്വായിഫിലെ തൻ്റെ അമ്മാവന്മാരുടെ ഭാഗത്തേക്ക് പോയാൽ ഒരല്പമെങ്കിലും രക്ഷയുണ്ടാകുമെന്ന് കരുതി ത്വായിഫിലേക്ക് പോയപ്പോൾ തെരുവിലെ പിള്ളേരെ വിട്ടുകൊണ്ട് കല്ലെറിഞ്ഞാട്ടി ഓടിച്ചപ്പോൾ അല്ലേ, കാലിൽ നിന്ന് രക്തം താഴേക്ക് വന്ന് ഒരു തോട്ടത്തിൽ വിശ്രമിക്കുമ്പോൾ പർവ്വതത്തിൻ്റെ മലക്ക് ജിബ്രീൽ വന്ന് ചോദിച്ചില്ലേ, പ്രവാചകരെ, ഇതാ പർവ്വതത്തിൻ്റെ മലക്ക് അനുവാദം ചോദിക്കുന്നു. എന്തിനാണ് അനുവാദം ചോദിക്കുന്നത്? അള്ളാഹുവിൻ്റെ സമ്മതമുണ്ട്. താങ്കളൊന്ന് സമ്മതിച്ചാൽ ഈ ത്വായിഫിൻ്റെ മല ഈ വിഭാഗത്തിൻ്റെ മേലെ മറിച്ചിടാമെന്ന് പറഞ്ഞപ്പോൾ കാരുണ്യത്തിൻ്റെ തിരുദൂതൻ പറയുന്നത്, ബൽ അർജു അൻ യുഖ്രിജ അല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ശൈആ അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമി അല്ലാഹുമ്മ ഹ്ദി ലിഖൗമി. അള്ളാഹുവേ, ഇവരെ പ്രയാസപ്പെടുത്തരുത്, പർവ്വതം മേലേക്ക് വലിച്ചെറിയരുത്. മറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് കാലങ്ങൾ കഴിഞ്ഞിട്ട് ഇവരുടെ സുൽബുകളിൽ നിന്ന് പടച്ചറബിനെ മാത്രം ആരാധിക്കുന്ന, ഷിർക്ക് ചെയ്യാത്ത ഒരു ഖൗമിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് പൊറുക്കണേ, ഇവർക്ക് സന്മാർഗം നൽകണേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ സഹോദരന്മാരെ, ഈ റസൂലുള്ളയുടെ അനുയായിയായ, 5 നേരത്ത് നമസ്കരിക്കുന്ന, റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന നമുക്കെന്തുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സ്നേഹിതന്മാർക്ക്, നമ്മുടെ സഹോദരന്മാർക്ക് നിസ്സാര വിഷയത്തിന് വേണ്ടി തമ്മിൽ തെറ്റിപ്പിരിയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് പുറത്തു കൊടുക്കാൻ സാധിക്കുന്നില്ല? മനുഷ്യരല്ലേ നമ്മൾ, അബദ്ധങ്ങൾ സംഭവിക്കുന്നവരല്ലേ നമ്മൾ, പുറത്തു കൊടുത്തുകൂടെ നമ്മൾക്ക്? നോക്കൂ നിങ്ങൾ, മറ്റൊരു ഉദാഹരണം. മദീനത്തെ പള്ളിയിൽ ഒരു അയറാബി വന്നിട്ട് മൂത്രമൊഴിക്കുകയാണ്. മൂത്രമൊഴിക്കുന്ന സമയത്ത് സഹാബത്ത് ഓടി വന്നുകൊണ്ട് പിടിച്ചു നിർത്താൻ ശ്രദ്ധിക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പാടില്ല, അയാൾ ചെയ്ത കർമ്മം അത് മുഴുവനാക്കട്ടെ എന്ന് പറയാണ്.
അങ്ങനെ ആ കർമ്മം മുഴുവനായി മൂത്രമൊഴിച്ചപ്പോൾ അറാബിയെ തിരിച്ചിങ്ങോട്ട് വിളിച്ചുകൊണ്ട് പറയുന്നു, ഇത് അള്ളാഹുവിൻ്റെ പള്ളിയാണ്, തക്ബീറും തഹ്ലീലുമാണ് ഈ പള്ളിയിൽ നിൽക്കേണ്ടത്, ഇവിടെ മൂത്രമൊഴിക്കാൻ പാടില്ല. സ്വഹാബത്തിനോട് പറയുന്നു, നിങ്ങൾ നിയോഗിക്കപ്പെട്ടത് മുയസ്സിരീങ്ങളായിട്ടാണ്, ആളുകൾക്ക് എളുപ്പമുണ്ടാക്കണം. വലം തുബഅസു മുഅസ്സിരീൻ, ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാനല്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു. ഇന്ന റിഫ്ഖ, നിശ്ചയമായും ലോലത, ഈ ലോലത എന്ന സ്വഭാവം ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു, അത് ഭംഗിയുണ്ടാക്കുകയുള്ളൂ. ലോലമായ മനസ്സിൻ്റെ പെരുമാറ്റം, ലോലമായ സ്വഭാവത്തിൻ്റെ ഉടമ ആ വിഷയത്തിൽ എപ്പോഴും അവൻ ആളുകൾക്കിടയിൽ ഭംഗിയെ ഉണ്ടാക്കുകയുള്ളൂ. നമ്മൾ വിചാരിക്കുകയാണ്, ഞാൻ അവന് പുറത്തു കൊടുത്താൽ, വിനയം കാണിച്ചാൽ ഞാൻ തോറ്റുപോയി എന്ന്, ഞാൻ മോശക്കാരനായി എന്ന്. അല്ല, വിഷയങ്ങളിൽ ഭംഗിയുണ്ടാക്കും. അതല്ലെങ്കിൽ ഭാഗ്യം കെട്ട മനുഷ്യർക്ക് മാത്രമേ ഈ സ്വഭാവം ഇല്ലാതിരിക്കുകയുള്ളൂ. അല്ലേ? ഇതിൻ്റെ പ്രതിഫലം എത്ര അളന്നാലും മതിയാവുകയില്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഏതാണ് ആ സ്വഭാവം? അൽ അഫ്വു വൽ അദുൽ, ആ വിട്ടുവീഴ്ചയും മാപ്പ് കൊടുക്കലും നീതി കാണിക്കലും. ഇതിൻ്റെ പ്രതിഫലം അളന്നു തിട്ടപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പറയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഈ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം നമ്മൾ ഓർക്കാറില്ലേ? ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദുൽ ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ഗുസ്തി മത്സരത്തിൽ തൻ്റെ അപരനെ തോൽപ്പിക്കുന്നവനല്ല ശക്തിയുള്ളവൻ, മറിച്ചോ ഇന്നമ ശദീദ്, തീർച്ചയായും ശക്തിമാൻ എന്ന് പറയുന്നത് അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. കോപം വരുമ്പോൾ, തനിക്ക് ദേഷ്യം വരുമ്പോൾ തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവനാണ് ഏറ്റവും നല്ല ശക്തിയുള്ളവനെന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ പിശാച് നിരന്തരമായി നമ്മെ പ്രേരിപ്പിക്കും, പൊറുക്കരുത്, വിട്ടുവീഴ്ചകൾ ചെയ്യരുത്, ആളുകളെ അവഗണിക്കണം, പകയോടുകൂടി പെരുമാറണം. ഇത്തരം സമയങ്ങളിൽ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശങ്ങൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലേ? നിരന്തരമായി കള്ളു കുടിച്ചുകൊണ്ട് ഹബീബിൻ്റെ അടുക്കലേക്ക് ശിക്ഷകൾ വാങ്ങാൻ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു കള്ളുകുടിയനായ ഒരു മനുഷ്യൻ എപ്പോഴും ഈ ശിക്ഷ കിട്ടിയപ്പോൾ ഒരു വേള സഹാബത്തിനോട് പറഞ്ഞു പോയില്ലേ, അഹ്സാഖല്ലാ, അല്ല താങ്കളെ നിന്ദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സഹാബത്തിനോട് പറയുന്നു, പാടില്ല, അങ്ങനെ പറയരുത്. ലാ ഇന്നഹു യുഹിബ്ബുല്ലാഹ വ റസൂലഹു. ഇവൻ കള്ളുകുടിയനാണെങ്കിലും, ഇവൻ ഷാരിബുൽ ഖംറാണെങ്കിലും, ഇവൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഏത് തെറ്റുകാരനോടും നാം സ്വീകരിക്കേണ്ട സമീപന രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നത്. ഉഹുദ് യുദ്ധത്തിൽ ആ യുദ്ധക്കളത്തിൽ നിന്ന് തിരിഞ്ഞോടിയ സ്വഹാബത്തിനോട് പോലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദേഷ്യത്തിൽ പെരുമാറാൻ അല്ലാഹു തആല അനുവാദം നൽകുന്നില്ല. മറിച്ച് അവരോട് പോലും എന്ത് സമീപനം സ്വീകരിക്കണം ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻതലഹും വലൗ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. അല്ലാഹുവിൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ടൊന്നു മാത്രമാണ് ലോലമായിട്ട് താങ്കൾ അവരോട് പെരുമാറുന്നത്. വലൗ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബി, പരുഷ സ്വഭാവക്കാരനാണ് താങ്കളെങ്കിൽ ലം ഫല്ലു മിൻ ഹൗലിക്, അവർ താങ്കളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ സഹോദരന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ദുനിയാവിലും നാളെയുടെ ലോകത്തും ഉത്തമരായ ആളുകൾ ആരാണവർ? നമ്മളോട് ഉപദ്രവം കാണിക്കുമ്പോൾ അവരോട് മാപ്പ് നൽകുന്നവരാണ്. ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരാണ്. ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് അങ്ങോട്ട് നന്നായി പെരുമാറുന്നവരാണ്. ഇങ്ങോട്ട് നന്മകൾ തടയുന്നവരോട് അങ്ങോട്ട് നന്മകൾ
തെറ്റുകൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വ്യക്തിപരമായ, കുടുംബപരമായ, സാമൂഹികപരമായ ഏത് വിഷയത്തിലുള്ള തെറ്റുകളും പൊറുക്കാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും വിനയം കാണിക്കാനും ഒരു മുസ്ലിം എന്ന നിലക്ക് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ആദർശരംഗത്ത് ഇതേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് പൊറുക്കാനും മാപ്പ് നൽകാനും പറഞ്ഞ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദർശരംഗത്ത് ഒരു കടുകുമണിയോളം പോലും ഒരാൾക്കും വിട്ടുവീഴ്ചകൾ നൽകിയിട്ടില്ല. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലെന്ന് ലോക മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിക രംഗത്ത് അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത മേഖലയിൽ അല്ലേ സഅദ് റളിയല്ലാഹു അൻഹു, ഉമ്മയെ സ്നേഹിക്കുന്ന മനുഷ്യന, ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ സഅദിൻ്റെ ഉമ്മ പറഞ്ഞില്ലേ, സഅദേ, ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, വീട്ടിൽ പ്രവേശിക്കില്ല, പൊരി വേലത്ത് ഞാൻ ഇരുന്ന് ഞാൻ പട്ടിണി കിടന്ന് ചാകുമെന്ന് സഅദിൻ്റെ ഉമ്മ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിയുടെ സമീപത്തേക്ക് വന്ന് വിഷയം പറഞ്ഞു സഅദ് റളിയല്ലാഹു അൻഹു. ഇല്ല സഅദേ, സഅദ് ഇസ്ലാമിൽ നിന്ന് തിരിച്ചു പോകരുത്, ആ ഉമ്മയെ അനുസരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങളെപ്പോലത്തെ 100 ഉമ്മ ഇതുപോലെ പിടഞ്ഞു മരിച്ചാലും ഞാൻ എൻ്റെ ആദർശത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നു. അതേപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കൂ നിങ്ങൾ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പിഞ്ചു കുട്ടികളാണ്. കാരക്ക സകാത്തിൻ്റെ മുതലായിട്ട് ഒരുമിച്ച് കൂട്ടിയ കാരക്കയിൽ നിന്ന് ഒരു കാരക്ക എടുത്ത് ഭക്ഷിച്ചു പോയ സമയത്ത് ഇവർ പിഞ്ചു മക്കളല്ലേ എന്ന് കരുതി മാറി നിൽക്കാതെ, അവർ അത് കഴിച്ചോട്ടെ എന്ന് കരുതാതെ ആ മക്കളുടെ വായലേക്ക് കൈയിട്ട് കഹിൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് പുറത്തേക്ക് തുപ്പിക്കളയാൻ ആ ചെറിയ മക്കളോട്, പിഞ്ചു കുട്ടികളോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. നോക്കൂ നിങ്ങൾ, ദീനീ രംഗത്ത് ഇതാണ് വിഷയം. റബ്ബിന് പൊരുത്തമില്ലാത്ത ഹറാമിനോടുള്ള സമീപനം ഇതാണ്. നേരെ മറിച്ച് വ്യക്തിപരമായി എന്തബദ്ധങ്ങൾ ചെയ്യുമ്പോഴും അതൊക്കെ പുറത്തു കൊടുക്കാൻ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മഖ്സൂമിയ ഗോത്രത്തിലെ ഒരു പെണ്ണ് മോഷ്ടിച്ചപ്പോൾ അവർ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് ശുപാർശയ്ക്ക് വേണ്ടി അയക്കുകയാണ്. അഥവാ ഖുറൈശി ഗോത്രത്തിലെ ഒരു ഉന്നത കുടുംബമാണ് മഖ്സൂമിയ കുടുംബം. ആ ഗോത്രത്തിലെ ആ പെണ്ണിൻ്റെ കൈമുറിച്ചാൽ ഖുറൈശികൾക്ക് അതൊരു നാണക്കേടാകുമെന്ന് കരുതിയിട്ട് ഉസാമയെ, അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടമുള്ള വ്യക്തിയെ ശുപാർശയ്ക്ക് വേണ്ടി റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ആ റസൂലുള്ളാഹിയുടെ മുഖം ചുവന്നുകൊണ്ട് ഉസാമയോട് ചോദിക്കുന്നു, അതശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാ, ഉസാമ, അള്ളാഹുവിൻ്റെ ഒരു വിധിയിലാണോ നീ എന്നോട് ശുപാർശയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്? ലൗ അന്ന ഫാത്തിമ ബിൻതി മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും ലഖതഅതു ഐദീഹ, ഞാൻ അവളുടെ കൈമുറിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് മുൻഗാമികൾ നശിപ്പിക്കപ്പെടാനുള്ള കാരണം അവരിലെ മാന്യന്മാർ, സമ്പത്തുള്ളവർ, അവർ കുറ്റങ്ങൾ ചെയ്താൽ ശിക്ഷിക്കപ്പെടുകയില്ല. പാവപ്പെട്ടവർ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ ശിക്ഷിക്കപ്പെടും. ഇതായിരുന്നു അവർ നശിപ്പിക്കപ്പെടാൻ കാരണമെന്ന് പഠിപ്പിക്കുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, ദീനീ രംഗത്ത്, ആദർശ രംഗത്ത് നാം വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. നമ്മളോ വ്യക്തിപരമായ ഒന്നും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുമില്ല. ആദർശ രംഗത്ത് നമ്മൾക്ക് എന്തും കുഴപ്പവുമില്ല. ശിർക്ക് ചെയ്താലും ബിദ്അത്തുകൾ ചെയ്താലും സുന്നത്തിനെ പരിഹസിച്ചാലും നമുക്ക് പ്രയാസമില്ല. പക്ഷേ യഥാർത്ഥ മുസ്ലിം അങ്ങനെയാകില്ല. വ്യക്തിപരമായത് എന്തും അവന് പുറത്തു കൊടുക്കും. ആദർശ രംഗത്ത് അവന് പുറത്തു കൊടുക്കില്ല. അവൻ തിരുത്തും, ഉപദേശിക്കും, അവൻ പ്രതികരിക്കേണ്ട വിഷയത്തിൽ പ്രതികരിക്കും. ഇതാണ് ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം. നാം മനസ്സിലാക്കുക. ഹിദായ ജാലിയാത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഇത്തരം മതപരമായ ഇൽമ് നേടുന്ന അവസരങ്ങളിൽ നിങ്ങളും കഴിവിൻ്റെ പരമാവധി പങ്കാളിയാവുക. അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കാൻ ഹിദായ ജാലിയാത്തുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഹിദായ ജാലിയാത്ത് അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു. നീൻ ശ്രമത്താൽ,
നിന്റെ കഴിവിനാൽ ഒരാളെയെങ്കിലും നിനക്ക് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുവെങ്കിൽ ദുനിയാവിനേക്കാളും അതിലുള്ളതിനെ മുഴുവനേക്കാളും നിനക്കതായിരിക്കും ഖൈറെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാചകം നാം മറക്കാതിരിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിൽ എപ്പോഴും ദഅവാരംഗത്ത് സജീവമായി പ്രവർത്തിക്കാനും ആദർശം കാത്തു സൂക്ഷിക്കാനും പരമാവധി നാം പാലിക്കുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.